നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായം. വിവാഹ പൊരുത്തത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഈ പൊരുത്തം നോക്കി വിവാഹം നടത്തുന്നത് കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ എന്ന് പലവരും ചോദിക്കുന്നുണ്ട്. പല ആത്മീക ഗുരുക്കന്മാരും മതപണ്ഡിതന്മാർ വരെ പൊരുത്തത്തെ എതിർക്കുന്നവരും പൊരുത്തത്തെ അംഗീകരിക്കുന്നവരുമുണ്ട്. ഈ പൊരുത്തം ജ്യോതിഷത്തിലുള്ളത് തന്നെയാണ്. ഇപ്പം ശ്രീരാമൻ പൊരുത്തം നോക്കിയാണ് ആ കല്യാണം കഴിച്ചതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. സ്വയംവരമാണ്. സീതയ്ക്ക് സ്വയം ഇഷ്ടം തോന്നി, മിടുക്കനെന്ന് തോന്നി ഹാരമിട്ട് വിവാഹം കഴിച്ചതാണ്. സീതയുടെയും ശ്രീരാമൻ്റെയും ജീവിതത്തിൽ എന്ത് സൗഭാഗ്യമാണ് ഉണ്ടായിട്ടുള്ളത്, എന്ത് സ്വസ്ഥത കിട്ടി, എത്ര കാലം അവർ സ്നേഹിച്ച് ജീവിച്ച്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച്. അപ്പം പൊരുത്തം നോക്കാതെയുള്ള കല്യാണങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷമതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഞാനൊരു ജ്യോത്സ്യനായതുകൊണ്ട് പൊരുത്തം നോക്കണമെന്ന് അവകാശപ്പെടുന്നതല്ല. ഏറ്റവും വലിയ പൊരുത്തം മനപ്പൊരുത്തമാണ്. മനുഷ്യൻ്റെ സ്നേഹം, വൈരാഗ്യം, സന്തോഷം, ഇഷ്ടം ഇതൊക്കെ മനസ്സിലാണ് ഇരിക്കുന്നത്. നമുക്ക് 100 പേരെ കൂട്ടുകാരായിട്ട് ഫ്രണ്ട്സായിട്ട് കിട്ടുമ്പോൾ 100 പേര് നമുക്ക് പഴയ കൂട്ടുകാർ മാറിപ്പോവും, മറന്നു പോവും. കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റില്ല. മറവി മനുഷ്യൻ്റെ ഭാഗ്യമായ ഒരു കാര്യമാണ്. നമ്മൾ അച്ഛൻ മരിച്ചതും അമ്മ മരിച്ചതും കുടുംബത്തിൽ സുഹൃത്തുക്കൾ മരിച്ചതും അതേപോലെ പല ക്ലേശജന്യമായ ആൾക്കാരുടെ വിരോധങ്ങളും ശത്രുതകളൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു കാലമായിരുന്നുവെങ്കിൽ മനുഷ്യൻ മാനസിക രോഗിയായിട്ടും ഭ്രാന്തനായിട്ടും മാറിപ്പോകാനും. എന്നാൽ പലതും മറക്കാനും പലതും നമ്മൾ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കും. ഒരു ഫോണ് തന്നെ വാങ്ങിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ കടം കൊടുത്തെങ്കിലും അത് കടം വാങ്ങിച്ചെങ്കിലും ആ ഫോൺ നമ്മൾ വാങ്ങിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ കൂടെയുള്ള സ്നേഹവും കമ്പവും ഒക്കെ അങ്ങ് തീരും. പറ്റുമെങ്കിൽ അതൊരു എക്സ്ചേഞ്ച് മേള കൊണ്ടുപോയി കൊടുത്തിട്ട് വേറൊന്ന് വാങ്ങിക്കാനുള്ള ശ്രമവും നടത്തും. എന്നാൽ നമ്മളെ ഭാര്യയെ ഇതേപോലെ എക്സ്ചേഞ്ച് മേള നടത്താൻ പറ്റുന്നൊരവസ്ഥ അല്ല. ഒരു തവണ ഭാരതത്തിൽ കെട്ടുന്ന മിക്ക ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ഭാര്യയോടോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനോടോ ജീവിതകാലം മൊത്തം സ്നേഹിച്ച് ജീവിക്കുന്നു. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പല ലോകരാജ്യത്തിലുള്ളവരും അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊരുത്തം നോക്കിയാണ് കല്യാണം നടത്തുന്നത്. ഈ പൊരുത്തം നോക്കുന്നതിൽ പാപദോഷവും ചൊവ്വാദോഷവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴുള്ള ചില സ്വാമിമാർക്കും ചില ആൾക്കാർക്കും കുഴപ്പമായിട്ട് തോന്നണമെങ്കിലും ജ്യോത്സ്യന്മാരുടെ ഭാഷ ചൊവ്വാദോഷം കൊണ്ടോ പാപദോഷം കൊണ്ടോ ഒരു കല്യാണങ്ങളും മുടങ്ങിപ്പോവാറില്ല. മുടക്കാൻ ജ്യോത്സ്യന്മാർ സമ്മതിക്കില്ല. പാപദോഷം ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്തെങ്കിലും കാര്യം നടത്താൻ വേണ്ടി ഉപദേശിക്കുന്നതാണ് പതിവ്. അല്ല, ജ്യോത്സ്യന്മാരല്ല കല്യാണം മുടക്കുന്നത്. കല്യാണം മുടക്കുന്നതും പ്രത്യേകിച്ച് ഇപ്പോഴത്തുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അവരെ സഹായിക്കുന്ന അച്ഛനമ്മമാരുമാണ്. കാരണം മക്കൾ പഠിക്കട്ടെന്ന് പറയും ആദ്യം. അവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഇനി ജോലി കിട്ടട്ടെന്ന് മക്കൾ പറയും. ജോലി കിട്ടി വരുമ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒരുപാട് പ്രായം കഴിഞ്ഞു പോവും. പിന്നെ അവർക്ക് അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള നല്ല വിവാഹ ബന്ധങ്ങൾ കിട്ടാൻ എല്ലാ കുടുംബക്കാരും ആഗ്രഹിക്കും. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒരു ജോലി ഉള്ളവളെ കെട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ജോലി ഉള്ളവനെ കെട്ടായിരുന്നു എന്ന് പറഞ്ഞ് പല ആൾക്കാരും 35-40 വയസ്സായിട്ടും കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഇരുന്നിരുന്ന് അവസാനം ഭർത്താവുമില്ല, ഭാര്യയില്ല, മക്കളുമില്ല, ജീവിതമില്ല, കുടുംബമില്ല, ജോലിയില്ല, ഒന്നുമില്ലാതെ വിഷമിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതും ജയിക്കുന്നതും ജീവിക്കുന്നതും ആർക്ക് വേണ്ടിയാണ്? നല്ലൊരു ഭർത്താവിനെ കിട്ടണം, നല്ലൊരു ഭാര്യയെ കിട്ടണം, നല്ലൊരു മക്കളെ കിട്ടണം, നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ പൊരുത്തം നോക്കി നല്ല പ്രായത്തിൽ വിവാഹം നടത്തിയ നല്ല സന്തതി പരമ്പരയും നല്ല ഒരു കുടുംബവും നല്ലൊരു ജീവിതവും നല്ലൊരു ഭർത്താവിനെ അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയെ ഒക്കെ കിട്ടി ജീവിതം ആസ്വദിച്ച് നമുക്ക് നല്ലതാക്കാൻ പറ്റും. ഇത് നമ്മൾ പഠിച്ച് ജീവിതം വേണ്ടാന്ന് തോന്നി, ഭർത്താവ് വേണ്ട, ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഭാര്യയും വേണ്ട, ഭർത്താവും വേണ്ട, മക്കളും വേണ്ട എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴുള്ള ആൾക്കാരുടെ
പുതിയ ജീവിത നിലവാരം വരുന്നത്. അങ്ങനെ വന്നാൽ നമുക്ക് അടുത്ത തലമുറ ഇല്ലാതെ പോകും. കാരണം നമ്മളെ നാട്ടിലുള്ള ലോകത്തിലുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരും ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട എന്ന് വിചാരിച്ചാൽ അവർക്ക് ചിലപ്പം അപൂർവം ചില ആൾക്കാർക്ക് മാത്രം ഭാര്യ ഇല്ലെങ്കിലും ഭർത്താവില്ലെങ്കിലും മക്കളുണ്ടാവും. കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ കൂടുതലാണ്. പക്ഷേ ഒരു കുടുംബ ബന്ധം ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ആരും ഇല്ലാതായി പോകും. അച്ഛനും അമ്മയുടെയൊക്കെ ഇന്നത്തെ കാലത്തെ വിഷമം ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഞങ്ങളെ മക്കൾക്ക് ആരുമില്ല എന്നാണ്. കാരണം ഭർത്താവുമില്ല ഭാര്യയില്ല. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പൊരുത്തം നോക്കി നടത്തുന്ന ബന്ധങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പൊരുത്തം നോക്കിയാണ് കല്യാണം നടത്തിയത്. അവരിതുവരെയും കുടുംബ കോടതിയില്ല, വനിതാ കമ്മീഷനില്ല പോയിട്ടില്ല. വീട്ടിൽ വഴക്കും ഉടക്കൊക്കെ ഉണ്ടാവുമെങ്കിലും ആ രാവിലെ വഴക്ക് കൂടിയാലും വൈകുന്നേരം ആകുമ്പോൾ തീർക്കാവുന്ന കേസുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സുഖവും സ്നേഹവും നല്ല ഭാര്യയും നല്ല ഭർത്താവും നല്ല മക്കളും നല്ല കുടുംബവും നല്ല ബന്ധമൊക്കെ ഉണ്ടാകും. ചൊവ്വാദോഷത്തെ എന്നും പറഞ്ഞ് കുടുംബ ബന്ധങ്ങൾ തുലയ്ക്കുന്ന സ്വഭാവം ജ്യോത്സ്യന്മാർക്കില്ല. സ്വാമിമാർ എന്നെ പറയുന്നുണ്ട് ഇതേപോലെ നമ്മൾ ചൊവ്വയും ശനിയും നോക്കിയാണ് കുടുംബ ബന്ധങ്ങൾ തകരണേന്ന്. ചില അറിവില്ലാത്ത സ്വാമിമാർ ജ്യോത്സ്യന്മാരെ കുറ്റപ്പെടുത്തി കാണുന്നത് ഇപ്പോഴും പതിവാണ്. അതേപോലെ ഈ പൊരുത്തം നോക്കുമ്പോൾ രാശിപ്പൊരുത്തഞ്ച ഗണപ്പൊരുത്തം ദിനാഖ്യവും മധ്യമരജു വേദം ചിന്ത്യം വിശേഷാധിക പാണിപീഡേനാണ്. രാശി പൊരുത്തം, ഗണപ്പൊരുത്തം, ദിനപ്പൊരുത്തം, രജുപ്പൊരുത്തം, വേദപ്പൊരുത്തം. ഈ 5 പൊരുത്തങ്ങളുണ്ടെങ്കിൽ വിവാഹപ്പൊരുത്തം അത്യുത്തമമാണ്. ഏതെങ്കിലും 5 പൊരുത്തമല്ല, പ്രധാനപ്പെട്ട 5 പൊരുത്തം. ഇപ്പോൾ രാശിപ്പൊരുത്തം ഇല്ല എങ്കിൽ രാശാധിപ പൊരുത്തമോ വശ്യപ്പൊരുത്തമോ ഉണ്ടോ എന്ന് നോക്കും. അതേപോലെ മകയിരം ചിത്തിരാവിട്ടം മുതലായ നാളുകാർക്ക് രജുദോഷമുള്ള നാളുകാർക്ക് ചിലപ്പം ആ രജു വളരെ ദോഷമുണ്ട് ഉള്ളൊരു പൊരുത്തമാണ് മധ്യമ രജു എന്ന് പറയുന്ന ദോഷം. പക്ഷേ മാഹേന്ദ്ര പൊരുത്തം ഉണ്ടെങ്കിൽ സന്താന സമ്പത്തുക്കളൊക്കെ ഉണ്ടാവും. ഈ മകൈരവും ഔട്ടവും പൂരപ്പൂരാട പുഷ്യം ഭരണി അനിഴമൂത്തിട്ടാതിയും ചിത്രനാളും ഇരുവരും ഇരു തന്നെ നാള് യോഗം വരുമ്പോൾ തനിയ രതിയിലുളകാ മധ്യമം രജുദോഷം. അപ്പോൾ തനിയ സന്താന ഭാഗ്യത്തിനും കാമരതികളിലും ഉള്ള ആസക്തി അല്ലെങ്കിൽ സ്നേഹം സന്തോഷം കുറഞ്ഞു പോകുന്നതാണ് രജുദോഷം വന്നത്. പക്ഷേ മാഹേന്ദ്ര പൊരുത്തം വന്നാലോ വളരെ സ്നേഹവും സന്തോഷവും സമ്പത്തും ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഒരു പൊരുത്തം ഇല്ല എങ്കിലും ആ പൊരുത്തത്തിന് ദോഷം മാറ്റിത്തരുന്ന വേറെ ഏതെങ്കിലും ഗുണങ്ങൾ ആ പൊരുത്തത്തിലുണ്ടെങ്കിൽ ദോഷങ്ങൾ ബാധിക്കാതിരിക്കും. പാവസാമ്യം നോക്കുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള പാവസാമ്യ നിരൂപണം യഥാർത്ഥത്തിൽ തെറ്റാണ്. കാരണം 1, 4, 2, 7, 8, 12 ഈ രാശികളിൽ പാവഗ്രഹങ്ങൾ ചൊവ്വ മാത്രമല്ല, പാവഗ്രഹങ്ങൾ ഭൗമൻ, അർക്കി, രാഹു, കേതു, ദിവാകര എന്നാണ്. അപ്പോൾ സൂര്യൻ പാവഗ്രഹമാണ്, ചൊവ്വ പാവഗ്രഹമാണ്, ശനി, രാഹു, കേതു ഇതൊക്കെ പാവഗ്രഹങ്ങളാണ്. ഈ പാവഗ്രഹങ്ങൾ 1-ലോ 2-ലോ 4-ലോ 7, 8, 12-ലോ നിൽക്കുമ്പോഴാണ് പാവജാതകമായിട്ട് വരുന്നത്. അത് 7-ലും 8-ലും നിൽക്കുന്നതാണ് വളരെ ദോഷം. 7-ൽ പാവഗ്രഹഗ്നേയർ വിധവ അസ്തരാശി സഹിതോ മിശ്രി പുനർഫുർഫവേൽ എന്നാണ്. അപ്പോൾ അഗ്നേയ ഗ്രഹങ്ങൾ 7 നിന്ന അഗ്നേയർ വിധവ വൈധവ്യ ദോഷം ഉണ്ടാവുന്നതാണ്. അപ്പം ഭർത്താവ് മരിച്ചു പോകുന്ന സ്ത്രീകളെയാണ് വിധവ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ജാതകത്തിൽ വൈധവ്യ ദോഷം ഉണ്ടെങ്കിൽ എത്ര വയസ്സിലായിരിക്കും വിധവയാകുന്നതെന്ന് നോക്കണം. ചിലപ്പോൾ മകയിരം ചിത്തിര അവിട്ടൻ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്കും 7 വർഷമാണ് ചൊവ്വാദശ. പരമാവധി ചൊവ്വ ഉണ്ടെങ്കിൽ 7 വയസ്സ് വരെ ഉണ്ടാവും. അതിൻ്റെ പകുതി കാൽഭാഗമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചൊവ്വാദശ ശിഷ്ടദശ പ്രകാരം കാണുന്നത്. അപ്പോൾ കൊച്ചിലെ ആ ദോഷം കഴിഞ്ഞുപോയി. അപ്പോൾ ആ ദോഷം ഉണ്ടെങ്കിലും അത് നമുക്ക് ബാധകമല്ല. പിന്നെ 1-ന് നിൽക്കുന്നതും 2-ന് നിൽക്കുന്നതും 7 നിൽക്കുന്നതും എല്ലാം സമാനമായ പാവമൂല്യമാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ കൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1 രൂപ എടുത്ത് കാണിച്ച് ഇതിന് രൂപയാണ്, 2000 രൂപ എടുത്ത് കാണിച്ച് ഇതിന് രൂപയാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാം. പക്ഷേ 2000 രൂപയ്ക്ക് തുല്യമാണ് ഈ 1 രൂപയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദാമ്പത്യോരൈക്യകാലേ ധനവ്യഹുബുകേ സപ്തമേ ലഗ്നരന്ധ്രേ ലഗ്ന ചന്ദ്രാജ ശുക്രാദഹി രഹി രവിജോ
പ്രാഹുരന്യോ അസ്തി തത്സാമേ പുത്രപൗത്ര പ്രചുരധനയുതൈർദമ്പതി ദീർഘകാലം തസ്മിൻ ഏകത്രഹീനോ മൃതിരിതി മുനയ പ്രാഹുരത്യോദയസ്തേ എന്നാണ്. അപ്പോൾ ദാമ്പത്യോർ ഐക്യകാലം ദാനം എന്ന് വെച്ചാൽ 2, ധനവ്യയം 12, ഹിബുക 4, സപ്തമം 7, ലഗ്നം 1, ചന്ദ്ര 8. ഇങ്ങനെയുള്ള രാശികളിൽ 4, അര, 3, 1, 1, 1 ഇങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ നമുക്ക് ആ ഗ്രഹങ്ങളുടെ മൂല്യത മനസ്സിലാകും. ഇപ്പോൾ 8 നിൽക്കുന്നതിന് ഒരു പാവനാണെങ്കിൽ നമുക്ക് ധനം 2 നിൽക്കുന്നതിന് 1/4 ഭാഗമേ ഉള്ളൂ. ധനം വ്യയം 4 നിൽക്കുന്നതിന് കാലിൻ്റെ ഇരട്ടി അര ഭാഗമേ ഉള്ളൂ. ഇത് നമ്മളെ ജ്യോതിഷ ഭൂഷണം പഞ്ചാംഗങ്ങളിൽ 2 നിന്നാൽ 16 ധന വ്യയ 12 നിന്നാൽ 16ൻ്റെ പകുതി 32 അത് 4 നിന്നാൽ 32 16 കൂടെ കൂട്ടുമ്പോഴുള്ള സംഖ്യയെന്നും അതിൻ്റെ അനുപാതക്രമത്തിൽ നല്ല രീതിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പരുവത്തിൽ ഒരു ടേബിൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാലിൻ്റെയും അരയുടെയും മുക്കാലിൻ്റെയും 1ൻ്റെയും 1/4ൻ്റെയൊക്കെ ഫലം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പാപമൂല്യം നോക്കി സ്ത്രീ ജാതകത്തിൽ ക്രൂരാഷ്ടമേ വിധവാഷ്ടമത്തെ ക്രൂരം നിന്ന വൈദവ്യം 7 പാപം നിന്നാൽ നമുക്ക് ഭക്തൃമരണം വൈദ്യം. അതിന് പുരുഷ ജാതകത്തിൽ 7 ശനിയ ചൊവ്വ രാഹു കേതു ഏതെങ്കിലും ഒരു പാപഗ്രഹം ഉണ്ടെങ്കിൽ ഈ 7ലും 8ലും ഉള്ള പാപദോഷത്തിന് പരിഹാരമാണ്. കഴിഞ്ഞു പോയിട്ടുള്ള ദശാകാലങ്ങളോ 60 വയസ്സിന് ശേഷം വരുന്ന ദശാകാലങ്ങളുടെ കുഴപ്പങ്ങളോ. ഇപ്പോൾ 60 വയസ്സിന് ശേഷമാണ് ചൊവ്വാദശ വരണമെങ്കിൽ 7 നിന്നാലും 60 വയസ്സ് കഴിയുമ്പോഴേ ആ ചൊവ്വയുടെ വിരഹവും കുഴപ്പവും വരും. അപ്പോൾ അങ്ങനെ ഈ കുഴപ്പമുള്ള ജാതകങ്ങളിൽ നമുക്ക് കുഴപ്പം മാറ്റാൻ പറ്റൂ. നമുക്ക് പരിഹാരങ്ങളും പൂജകളും തിങ്കളാഴ്ച വ്രതം ശിവനെ ഭജിച്ചാലൊക്കെ നമുക്ക് ഈ ദാമ്പത്യ മേഖലയിലുള്ള കുഴപ്പങ്ങൾ മാറി നല്ലത് വരാനുള്ള ചാൻസ് ഉണ്ടാകും. ഇപ്പോൾ എല്ലാവർക്കും സർക്കാർ ഉദ്യോഗസ്ഥനാ മതി. ഒരു ജോലിക്കാരനെ ഒരു എൻജിനീയറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഏത് മേഖലയിലുള്ള ഒരാളാണ് സർക്കാർ ഉദ്യോഗമാണോ എന്നാണ് ആദ്യം ചോദ്യം. ഒരു ബിസിനസ്സുകാരനെ വേണ്ട, ഒരു ജോത്സ്യനെ വേണ്ട, ഒരു വെൽഡർ, പ്ലംബർ, ആശാരി അതേപോലുള്ള പണികൾ ചെയ്യണവരാരും ഇന്നത്തെ പെൺപിള്ളേർക്ക് വേണ്ട. എല്ലാവർക്കും ഉദ്യോഗസ്ഥൻ മതി. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് എന്താണ് ഇല്ലാത്ത സ്ത്രീധനങ്ങളൊക്കെ കൊടുത്ത് പല ആൾക്കാർക്കും സ്ത്രീധനം വേണ്ട കൊടുക്കണ്ട എന്ന് ഭയങ്കര രീതി കൊട്ടിഘോഷിക്കണമെങ്കിലും ലോകത്തില്ലാത്ത സ്ത്രീധനങ്ങൾ 1 കോടി രൂപയുടെ കാറ്, 1 കോടി രൂപയുടെ വീട്, 1 കോടി രൂപ ഇങ്ങനെയൊക്കെ ഇല്ലാത്തതൊക്കെ കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെ വിവാഹം കഴിച്ച് ജീവിതത്തിൽ തകർന്ന് കുഴപ്പം വരികയും പൈസയും സ്നേഹവും തീരുമ്പോൾ കുടുംബ കോടതി അവസാനിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ അടുത്ത ഒരു പെണ്ണിനെ കെട്ടാൻ പോകും. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ കല്യാണം നടത്തണം, ബന്ധം ഒഴിപ്പിക്കണം, വേറെ കെട്ടണം. ഇങ്ങനെ ആ ഒരു രീതിയിൽ പോകണമെങ്കിൽ മാത്രമേ നമ്മളെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഉദ്യോഗസ്ഥനെ കെട്ടാൻ പറ്റൂ. കാരണം ഉദ്യോഗസ്ഥന്മാർ കുറവാണ്. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസവും നല്ല സ്നേഹവും ജീവിത സൗകര്യങ്ങളുള്ള പെണ്ണിനെ ആയിരുന്നാലും പുരുഷനെ ആയിരുന്നാലും അവൻ്റെ ഉദ്യോഗമല്ല, നല്ലൊരു കുടുംബവും നല്ലൊരു ജീവിതവും നല്ല സ്നേഹവും നല്ല രീതി ഏതെങ്കിലും തരത്തിലൊരു ജോലി ചെയ്ത് അവൻ ജീവിക്കുമെങ്കിൽ അവൻ്റെ കൂടെ പെണ്ണയക്കുന്നത് ഏറ്റവും പുണ്യമാണ്. അങ്ങനെ ശ്രമിക്കുന്നത് അച്ഛനമ്മമാർക്കിപ്പം മക്കളെ വലിയ ഉദ്യോഗത്തിൽ അയക്കണമെന്നില്ല. ഈ മക്കളാണ് അവർക്ക് വലിയ ഉദ്യോഗവും കാര്യവും അധികാരവും വേണമെന്ന് പറഞ്ഞ് അവരുടെ ജീവിതം തുലയ്ക്കുന്നത്. പിന്നെ ചില ജാതകത്തിൽ ഭാര്യ മരിച്ചുവാനും ഭർത്താവ് മരിച്ചുവാനൊക്കെ യോഗമുള്ളതും ജാതകങ്ങളുണ്ട്. അങ്ങനെ ഉള്ള ഒരാളിന് കല്യാണം കഴിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഡോക്ടർക്ക് പറയാൻ പറ്റും. ഇപ്പോഴേക്കും പറയുന്നത് കല്യാണം കഴിക്കാൻ മരിച്ചു, ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പരമ്പരയില്ല. പല ആൾക്കാർക്കും അങ്ങനെ ചില രോഗമുള്ളവർക്ക് വിവാഹം കഴിച്ച് മക്കളൊക്കെ ഉണ്ടായാൽ ആളിന് ആപത്തുണ്ടാവും എന്ന് പറയുന്ന ചില രോഗങ്ങളും ചികിത്സാ നടപടികളൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും ചില ആൾക്കാർക്ക് നമുക്ക് മരുന്ന് ചെയ്താലും മന്ത്രം ചെയ്താലും ആപത്തും അപകടവും മരണങ്ങളും സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു രോഗി മരിച്ചു എന്നുകൊണ്ട് ആ ആശുപത്രിക്കാർ മോശമാണ് അല്ലെങ്കിൽ ആ മെഡിക്കൽ ഫീൽഡ് മോശമാണെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് ചിലവർക്ക് പരിഹാരങ്ങളും മരുന്നും മന്ത്രങ്ങളും പുരോഗതി പ്രാപിച്ച് ദോഷത്തിൽ നിന്ന് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും. ചിലവർക്ക് ജാതകദോഷവും ജീവിതദോഷവും സ്വഭാവ ദൂഷ്യങ്ങളെ കൊണ്ടും ബന്ധങ്ങൾ തെറിച്ചു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊരുത്തം നോക്കി നിങ്ങൾ നടത്തുന്ന ബന്ധങ്ങൾക്ക്
ഒരു പുരോഗതി കുറവും വരില്ല. പാവസാമ്യവും ജാതവും ഒക്കെ ആവശ്യമുള്ളവർ നോക്കിയാൽ മതി. ജ്യോത്സ്യന്മാർക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ഇതേപോലെ പൊരുത്തം നോക്കി തന്നെ കല്യാണം കഴിക്കണമെന്ന് ഒരു ജ്യോതിഷികളും അവകാശപ്പെടുന്നില്ല. സാംസ്കാരിക നായകന്മാരും പുരോഗമന ചിന്തകരും സാധാരണ ജനങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവിനെ കണ്ടെത്തി നല്ല രീതിയിൽ നിങ്ങൾ കുടുംബം ജീവിതം നയിച്ചാൽ അത് ഏറ്റവും വലിയ പുണ്യം തന്നെയാണ്. ഒരിക്കലും ഒരു അടിയ വഴക്ക പ്രശ്നങ്ങളെ കൊണ്ട് ഭാര്യയെ കൊല്ലാതെയും ഭർത്താവിനെ കൊല്ലാതെയും കാമുകനെയും കാമുകയും കൊല്ലാതെയും മക്കളെ കൊന്നിട്ട് വേറൊരുത്തിൻ്റെ പോവാതെയും ജീവിതം നശിപ്പിക്കാതെയും നിങ്ങൾ സമൂഹത്തിനും കുടുംബത്തിനും നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.